വീട്ടിൽ നിന്നാകുമ്പോൾ മിക്ക ഈ ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ഈ പ്രകൃതി ചികിത്സ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക്? അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് ഈ ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതെ അതെ. അപ്പോൾ ഇത്തരം മേഖലയിലേക്ക് ശരിക്കും ആ രോഗമില്ലാത്തവർ കടന്നു വരുന്ന ഒരു മാർഗം, പ്രത്യേകിച്ചും ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാർഗം യോഗയാണ്. യോഗ. അപ്പോൾ യോഗ എന്ന് വളരെ ജനങ്ങൾ പൊതുവെ എല്ലാവരും അട്രാക്റ്റീവാണ് യോഗയിൽ. അപ്പോൾ യോഗ ക്ലാസ്സുകളും യോഗ പരിശീലന ക്ലാസ്സുകളും അതുപോലെ ക്യാമ്പുകളൊക്കെ വയ്ക്കുമ്പോൾ ഇതിന് വന്നതിന് ശേഷം യോഗ മാത്രം പോരാ, നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു വ്യക്തിയോട് കൂടി നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ യോഗ ക്ലാസ്സിന് വന്നിട്ട് നിരന്തരം അവർക്ക് ഈ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെ മാറ്റം വരുത്തേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് യോഗയാണ് ഇതിന് മുന്നിൽ എടുത്തിടുന്നത്. ഞാൻ എന്റെ പ്രചരണത്തിന് യോഗയ്ക്ക് മുന്നിൽ ഒരു സ്ഥാനം കൊടുത്തിട്ട് പിന്നിലൂടെ പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ കുറെ കൂടി നന്നായിട്ട് ജനങ്ങൾ അത്, കാരണം ഇപ്പോഴത്തെ കാലത്ത് യോഗയിലേക്ക് ഒരുപാട് ആളുകൾ അട്രാക്ട് ആയി വരുന്നുണ്ട്. എല്ലാ വ്യക്തികളും വേഗം ഈ യോഗയ്ക്ക് വരുന്നുണ്ട്. യോഗയ്ക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ തന്നെ ആദ്യം ചോദിക്കുക, ഭക്ഷണത്തിന് എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന അങ്ങനൊന്നുമില്ല, നിങ്ങൾ വന്നോളൂ, യോഗയ്ക്ക് വന്നോളൂ, ഭക്ഷണ ക്രമീകരണം നിങ്ങൾക്ക് എന്തും കഴിക്കാമെന്ന് പറയും. അങ്ങനെ വന്ന് ഞങ്ങൾ യോഗ തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചക്ക് ഓരോ തിയറി ക്ലാസ്സാണ്. ഓരോ തിയറി ക്ലാസ്സിലും ആഹാരത്തിനെ കുറിച്ചും തെറ്റായ ആഹാരചര്യ എങ്ങനെ രോഗങ്ങൾ വരുത്തും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുമ്പോൾ ക്രമേണ ഒരു മാറ്റം പലരിലും ഉണ്ടാകുന്നുണ്ട്. പലരും ഇത് സ്വീകരിച്ച് ചെയ്യുന്നുണ്ട്. ക്രമേണ അപ്പൊ ആളുകളെ ഈ പ്രകൃതി ജീവനത്തിലേക്കൊക്കെ കുറിച്ച് നല്ലൊരു ബോധം കൊടുക്കാനും അത് അവർ സ്വീകരിക്കാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ ഡോക്ടർ, അപ്പം കുറച്ചു മുമ്പ് പറഞ്ഞു മഹാത്മാഗാന്ധിജിയെ പറ്റി പറഞ്ഞു. ഗാന്ധിജി പഞ്ചസാരയെ കുറിച്ച് വെളുത്ത വിഷവസ്തുവാണെന്ന് പറഞ്ഞു. ഗാന്ധിജിയും പ്രകൃതി ചികിത്സയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? ഗാന്ധിജിയാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് പ്രകൃതി ചികിത്സാ കേന്ദ്രം പണിത വ്യക്തി. പക്ഷെ പലർക്കും ആ കാര്യം അറിയില്ല എന്നുള്ളതാണ്. അതായത് ഗാന്ധിജി ഇപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി ചികിത്സാ പ്രചാരകൻ വരെ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയാണ്. അദ്ദേഹം ലൂയി കുനിന്റെ ആരോഗ്യത്തിന്റെ താക്കോൽ കീ ടു ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ബുക്കിലൂടെയാണ് പ്രകൃതി ചികിത്സയിലേക്ക് ആകൃഷ്ടനാവുന്നത്. അത് സ്വന്തം ജീവിതത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ മണിലാലിനും ഭാര്യയ്ക്കും ഒക്കെ ഇത് ജീവിതത്തിലൊക്കെ അത് ഒരുപാട് അദ്ദേഹം ഈ ചെയ്ത് ഉപവാസങ്ങൾ വരെ ചെയ്തു നോക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയും പിന്നെ അത് പ്രചരണം നടത്തുകയും ചെയ്തു. അങ്ങനെ അവസാനം അദ്ദേഹം ഉരുളികാഞ്ചൽ ഉരുളികാഞ്ചലില് ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രം പണിതു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രം അതാണ്. ഓഹോ, അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അങ്ങനെ പ്രകൃതി ചികിത്സയെ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭാവനകൾ. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കൃതികൾ എങ്ങാനുണ്ടോ? അദ്ദേഹം ഇതിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതി. അതായത് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ തന്നെ മണിലാലിന് ഈ അസ്ഥി ഈ പൊട്ടുന്ന സമയത്തൊക്കെ വ്യക്തമായിട്ട് വെച്ച് കെട്ടിയിട്ട് ഉപവസിപ്പിക്കുന്ന രീതിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം വളരെ കറക്റ്റായിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഇന്നൊക്കെ ടെക്നോളജി ഉണ്ട് പെട്ടെന്ന് ചെയ്യാനൊക്കെ. അന്ന് അദ്ദേഹത്തെ ഈ ക്ഷതം പറ്റിയിട്ട് ഉപവസിപ്പിക്കുന്നൊക്കെ അത് ജീവിതത്തിൽ തന്നെ കാണാൻ. പിന്നെ